മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തിൽ മാറ്റം വരുത്താൻ കേരളത്തിൽ മാറ്റം വരുത്തിയാൽ മതി എന്നാ പറയുക. ഈ ഭാരതത്തെ മാതൃകാപരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. ഏത് മെഡിസിൻ ഉണ്ടാക്കുന്ന കമ്പനിയും അവരുടെ മെഡിസിനും ഏത് കാറും ഏത് സ്കൂട്ടറും ഏത് പ്രോഡക്റ്റുകളും ഉണ്ടാക്കുന്ന കമ്പനികൾ അവരുടെ പ്രോഡക്റ്റുകൾ കേരളത്തിൽ വിറ്റഴിക്കാൻ സാധിച്ചാൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിലും വിറ്റഴിക്കാൻ സാധിക്കുമെന്ന് അവർക്കറിയാം. അതേപോലെ ശങ്കരാചാര്യരാണ് ആദ്യം ഭാരതം മുഴുവനും പര്യടനം നടത്തിയിട്ട് 4 മഠങ്ങൾ സ്ഥാപിച്ചതും കേദാർനാഥിലും ബദ്രിനാഥിലും എല്ലാം പൂജാവിധികൾ എഴുതിയതുമെല്ലാം. അനാദികാലം മുതൽക്ക് കേരളം ഭാരതത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാനും ലോകത്തിൽ ആദ്യമായിട്ട് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം വന്നതും കേരളത്തിലാണ്. ഇപ്പൊ കേരളത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. അതില് ഒരു പ്രത്യേകത, വേദനാജനകമായ പ്രത്യേകത, നോർത്ത് ഈസ്റ്റില് നാഗാലാൻഡ്, മിസോറാം, ത്രിപുര, അരുണാചൽ പ്രദേശ്, ആസാമില്, പിന്നെ ഇപ്പോ ബീഹാറിലും ഒറീസയിലും എല്ലാം മതപരിവർത്തനം നടത്തുന്നത് മുഴുവനും കേരളത്തിലെ ക്രിസ്ത്യാനികളാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളാണ് വത്തിക്കാനിലെ പോപ്പിലെ 35-40% ഉള്ളത്. കേരളത്തിലെ വലിയൊരു അച്ഛൻ പറയുകയുണ്ടായി പോപ്പിനോട്, നിങ്ങൾക്ക് ധാരാളം പൈസയുണ്ട്, അത് ഞങ്ങൾക്ക് തരിക, ഞങ്ങൾക്ക് ധാരാളം ആൾക്കാരുണ്ട്, ആ ആൾക്കാരെ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. അങ്ങനെ വത്തിക്കാനിലെ ലൈബ്രറിയിലും വത്തിക്കാനിലും മുഴുവനും കേരളീയരാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ കേൾക്കാൻ കാരണം ആരോ പറഞ്ഞത് എന്തോ പറഞ്ഞത് കേട്ടതല്ല. അൽഫോൻസാമ്മയെ പുണ്യവാളത്തിയാക്കുന്നതിന് ഈ വത്തിക്കാനിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ മൂവാറ്റുപുഴക്കാരായ വ്യക്തികള്, ക്രിസ്ത്യാനികള് അവിടെ ചെന്ന് കണ്ട് പറഞ്ഞതാണ്, നേരിട്ട് പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് ഇതിലൂടെ പറയുന്നത്. അപ്പൊ ഈ കേരളത്തിലെ മുസ്ലിങ്ങളാണ് ഭാരതത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കാനും മുസ്ലിങ്ങളെ സംഘടിപ്പിക്കാനും ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പണ്ട് ഞാൻ പറയാറുണ്ടായിരുന്നു, ഭാരതത്തിലെ എവിടെ ബോംബ് പൊട്ടിയാലും കേരളത്തിൽ പൊട്ടില്ല എന്ന്. കാരണം ഭാരതത്തിലെ മറ്റു സ്ഥലത്ത് പൊട്ടിക്കാനുള്ള ബോംബ് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്, അതുകൊണ്ട് ഇവിടെ അത് പൊട്ടില്ല എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അതേപോലെ ഭാരതത്തെ മുഴുവനും ക്രൈസ്തവൽക്കരിക്കാനുള്ള ധ്യാന കേന്ദ്രങ്ങളും 42 ലക്ഷത്തോളം വരുന്ന പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും മതപരിവർത്തനം നടത്തുന്ന ക്രിസ്ത്യാനികളും മതപരിവർത്തന തൊഴിലാളികളും അതുപോലെ 2-2.5 ലക്ഷം വരുന്ന അച്ഛന്മാരും കന്യാസ്ത്രീകളും ഭാരതത്തെ മുഴുവനും ഈ മതം മാറ്റാനുള്ള ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം കേരളത്തിലും മലയാളത്തിലെ കേരളീയരെ ഇതറിയിക്കണം. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഈ മതപരിവർത്തനത്തിനെതിരെ പല കാര്യങ്ങളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്, പല വിഷയങ്ങളും അപ്ലോഡ് ചെയ്യുന്നത്. പലരുടെ കമന്റുകൾക്കുള്ള മറുപടിയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയും വിവരണങ്ങൾക്കുള്ള മറുപടിയും എല്ലാം നൽകുന്നത് അതിന്റെ ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു കാര്യവും കൂടിയാണ്, ഒരാൾ ശശികുമാർ, അനിൽകുമാർ എന്ന് പറയുന്ന 2 പേര്, ഹിന്ദു പേരാണെങ്കിലും ക്രിസ്ത്യാനികളാവാനാണ് സാധ്യത. അവർ 2 പേരും കൂടി ഒരു കമന്റ് എഴുതിയിരുന്നു, മനുഷ്യന് വേണ്ടി മരിച്ച ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് യേശുദേവനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ യേശുദേവന്റെ അനുയായികളായിരിക്കും. ഈ അനിൽകുമാറിനോടും ശശികുമാറിനോടും എന്നല്ല, ഇങ്ങനെ പറയുന്ന ക്രിസ്ത്യാനികളാണ് 99% ഉള്ളത്. അങ്ങനെ അവരെ ചെറുപ്പം മുതൽക്കേ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, 2 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളതിൽ ഒന്ന്, എന്റെ പാപത്തിന് വേണ്ടി ലോകത്തിൽ വേറെ ആര് മരിച്ചാലും ആ പാപം തീരില്ല. ഒരാള് കുറ്റം ചെയ്താല് വേറൊരാളെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ അതിൽ എന്ത് ലോജിക്കാണുള്ളത്? മാത്രമല്ല, ഈ മനുഷ്യന് എന്ത് പാപാ ചെയ്തത്? ഞാനും നിങ്ങളുമൊക്കെ ആദിപാപം എന്ന് പറയുന്ന
യഹോവ ജ്ഞാനക്കനി തിന്നരുതെന്ന് ആദത്തോട് പറഞ്ഞത് ആദവും അവയും കൂടി പോയി തിന്നു. ആ ആദിപാപം അയാള് ചെയ്തതിന് ഈ ഇത്രയും കാലമായിട്ട് ജീവിച്ചിരിക്കുന്നവരൊക്കെ അത് അനുഭവിക്കാം. അത് അനുഭവിക്കുന്നതിന് പ്രായശ്ചിത്തമായിട്ട് ദൈവം തന്നെ കന്യാമറിയത്തിൽ ഒരു കുട്ടിയെ ഉണ്ടാക്കുക. എന്നിട്ട് ആ കുട്ടിയെ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി തൂക്കിക്കൊല്ലുക. എന്നിട്ട് തൂക്കിക്കൊന്ന് ആ പാപം തീരുവോ? ആ തൂക്കിക്കൊന്നിട്ടും പാപം തീർന്നിട്ടില്ല. ഇപ്പോഴും പാപികളെ പാപികളെ എന്ന് പറയാം. ഒരു പാപി മറ്റൊരു പാപിയെ പുണ്യവാളനാക്കുക. ഇതൊക്കെ ഞാൻ എന്നും പറഞ്ഞിരിക്കുന്നതാണ്, ധാരാളം പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതാണ്. നിരന്തരം പറയുകയാണെന്നുള്ള ഇതും അറിയാം. പിന്നെ എന്തിനാ നിരന്തരം പറയുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ നിരന്തരം പറയുന്നത് എന്തിനാ? ഒരിക്കല് ഒരു 2-3 വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഇന്ന് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അതെന്തിനാ ആവർത്തിക്കുന്നത്? ഈ ശശികുമാറും അനിൽകുമാറും മനുഷ്യന് വേണ്ടി മരിച്ച ഒരു ദൈവമേ ഉള്ളൂ എന്നൊരു കമന്റ് പറഞ്ഞത് അങ്ങനെ ഒന്നില് ധാരാളം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് കൊണ്ടും അവരെ മനസ്സിലാക്കി കൊടുക്കണം. സയൻസിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ധാരാളം ക്രിസ്ത്യാനികൾ പറയും ആത്മീയതയും ബൈബിളിലുള്ള കാര്യങ്ങളും ദൈവത്തെക്കുറിച്ചും സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല എന്ന ഈ മണ്ടൻ അറിഞ്ഞൂടെ എന്നൊക്കെ എന്നെക്കുറിച്ച് കമന്റ് പറയാറുണ്ട്. അതൊക്കെ പറയട്ടെ. ഒരു മണ്ടൻ അല്ലാത്ത ഒരാൾ, ഒരു ക്രിസ്ത്യാനിയായ ഒരാൾ, യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുന്ന ഒരാൾ, ബൈബിളിനെ എതിർത്ത് പറയാത്ത ഒരാൾ പള്ളിയിലേക്ക് പോവാറുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നു. അങ്ങനെയുള്ള ഒരാളാണ് ഡോക്ടർ CP മാത്യു. ആ ഡോക്ടർ CP മാത്യു ഒരു സാധാരണക്കാരനല്ല. കോട്ടയം മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പാളായിരുന്ന വ്യക്തിയാണ്. എനിക്ക് നല്ല ബന്ധമുള്ളതാണ്. ഞാൻ 2-3 വർഷം മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു ആർട്ടിക്കിള് ഞാൻ സംക്ഷിപ്തമായിട്ട് യൂട്യൂബിൽ കൊടുക്കുകയുണ്ടായി. അത് കൊടുത്ത് ഒരു 5-ാം ദിവസം അത് അദ്ദേഹം കേട്ടിട്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം അതേപോലെ വിഷയത്തെക്കുറിച്ച് എഴുതിയ ഒരു 2-3 ബ്രോഷർ കൂടി എനിക്ക് അയച്ചു തന്നിട്ട് ഇതും ഉപയോഗിച്ചോളൂ എന്ന് ഡോക്ടർ CP മാത്യു, അദ്ദേഹത്തിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിൽ പറയുന്നു, ഒരു കാരണവശാലും യേശുക്രിസ്തു കുരിശിൽ മരിക്കത്തക്ക വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കയ്യിൽ ആണിയടിച്ചാലോ കാലിൽ ആണിയടിച്ചാലോ കുറച്ച് ചോര പോകും, അത് തന്നെത്താനെ ബ്ലോക്കഡ് ആവും. അങ്ങനെ ഒരു ഇതുകൊണ്ട് ഒരു മരണത്തിന് കാരണമാവില്ല. യേശുക്രിസ്തുവിന് ഒരു പക്ഷേ ഹഠയോഗം അദ്രക മഹർഷിയുടെ കീഴിൽ ഭാരതത്തിൽ വന്ന് പഠിച്ചിട്ട് ഹഠയോഗത്തിൽ നിൽക്കാൻ കഴിയുണ്ടായിരുന്നിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹം സ്തംഭനം എന്നുള്ള പ്രക്രിയ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബോധം കെട്ട് വീണിട്ടുണ്ടാവും. 3ആയാലും പ്രശ്നമില്ല, മരണമല്ല. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയപ്പോഴത്തേക്കും യേശുക്രിസ്തുവിനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി. യേശുക്രിസ്തു മരിച്ചിരുന്നു എങ്കിൽ ജൂതന്മാരുടെ തിയറി പ്രകാരം കുഴിച്ചിടുകയോ ദഹിപ്പിക്കുകയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ കുളിപ്പിച്ച് അപ്പൊ തന്നെ മറവ് ചെയ്യാണ് പതിവ്. പക്ഷെ ഇവിടെ ചെയ്തത് ശരിക്ക് കറ്റാർവാഴ നീരും അതുപോലെ തന്നെ ആലോ എന്ന് പറയുന്ന കോമ്പൗണ്ടും സാധാരണഗതിയിൽ മനുഷ്യ ശരീരത്തിൽ നീരുണ്ടാവുമ്പോൾ ആ നീര് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ പുരട്ടുന്ന കുറെ ആയുർവേദ ടൈപ്പ് ചെടികളുടെ മരുന്നുകൾ ഈ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ പിഴിച്ചില് മാതിരി നടത്തി ആ നീരും വേദനയും ഇല്ലാതെയാക്കാനാണ്. ശരിക്ക് കറ്റാർവാഴയുടെയും അല്ലെങ്കിൽ ആലോ ഇതുമാതിരിയുള്ളതൊക്കെ ചെന്നി നായകമെല്ലാം ഈ ശരീരത്തിൽ പുരട്ടാറുള്ളത് ഡെഡ് ബോഡി ആണെങ്കിൽ ഇത് പുരട്ടിയിട്ട് എന്താ പ്രയോജനം? അപ്പൊ താഴത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ തന്നെ ജീവൻ ഉണ്ടായിരുന്നു, ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ആ ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശുക്രിസ്തുവിനെ ബറി ചെയ്യാത്തത്, കുഴിച്ചിടുകയോ ചെയ്യാത്തത്. ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മോഹാലസ്യപ്പെടുകയോ മറ്റോ ചെയ്തത് കൊണ്ടാണ് ഈ ചെന്നി നായകവും കറ്റാർവാഴയുടെ നീരും ശരീരത്തിൽ പിഴിച്ചിൽ പോലെ ചെയ്തത്. ജീവനുള്ളത് കൊണ്ട് തന്നെയാണ് ഇനി മറ്റുള്ളവരെ കാണാതിരിക്കാൻ ഒരു കരിങ്കല്ലിന്റെ ഗുഹയ്ക്കുള്ളിൽ വെച്ചത്. അതുപോലെ പിന്നെ തിരിച്ച് അദ്ദേഹം ഉണർന്നു വന്നു എന്നുള്ളതും വളരെ ഭംഗിയായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തില് യേശുക്രിസ്തു ഇവിടെ ഉണ്ടോ എന്നന്വേഷിച്ചപ്പോ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചതും ഓരോ മഗ്ദലന മറിയവും മറ്റേ മറിയവും പലരും പല രീതിയിൽ പറഞ്ഞു. ഒരു യുവാവിനെ കണ്ടു എന്നും മറ്റൊരാള് ഒരു മാലാഖയെ കണ്ടു എന്നും മറ്റൊരാള് കന്യാമറിയ മഗ്ദലന മറിയത്തെ കണ്ടു എന്നും
മറ്റൊരാൾ 2 യുവാക്കളെ കണ്ടു എന്നും മറ്റൊരാള് കുറേയധികം മാലാഖമാരെ കണ്ടു എന്നും ഇങ്ങനെ ഓരോരുത്തർക്ക് ഇലക്ട്രിസിറ്റിയും ബൾബും ഉണ്ടാകാതിരുന്ന കാലത്ത് ഇരുട്ടത്ത് പലതും കണ്ട മാതിരി തോന്നിയതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ലൂക്കോസും മാർക്കും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് മെഡിക്കൽ സയൻസിന്റെ പുറത്ത് ഡോക്ടർ CP മാത്യു പറയുകയും വ്യക്തമായിട്ട് ബൈബിളിൽ പറയുകയും ചെയ്യുന്നതിനെ എടുത്ത് ഈ കേരളത്തിലെ അച്ഛന്മാരും കന്യാസ്ത്രീകളും കച്ചവടം നടത്തുന്നതിനെതിരെ പറയണ്ടേ അനിൽകുമാറെ, ശശികുമാറെ? പാവപ്പെട്ട ഹിന്ദുക്കളെയും മറ്റുള്ളവരെയും പറ്റിച്ച് നിങ്ങൾക്ക് വേണ്ടി ആ യേശുക്രിസ്തു ചത്തത്, മരിച്ചതെന്നൊക്കെ പറഞ്ഞത്, കൊന്നത്, തൂക്കിയത് എന്നൊക്കെ പറഞ്ഞ് എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നേ? അപ്പൊ ഓരോ സംഭവമായിട്ട് എണ്ണി ആർക്ക് ബോറടിച്ചാലും പറയണം. ഒരാൾ എന്നോട് പറയേണ്ടായി, രാവിലെ എഴുന്നേറ്റിട്ട് ഈ കർട്ടൻ പുറകിലിട്ടുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ പറയുന്നത് എന്തിനാണ്? എനിക്ക് തിരിച്ചു ചോദിക്കാനേ വന്നേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റിട്ട് കർട്ടൻ പുറകിലിട്ട് ഇതൊക്കെ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ എന്തിനാ യൂട്യൂബ് സ്വിച്ച് ഓൺ ചെയ്യുന്നത്? അത് സ്വിച്ച് ഓൺ ചെയ്തൂടെ നിങ്ങൾക്ക്? എനിക്ക് പറയുന്നതിൽ വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്. എൻ്റെ ധർമ്മത്തിലുള്ളവരെ തിരിച്ചു കൊണ്ടുവരുന്നത് വരെ ഈ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഒരു മഹത്വവുമില്ലാത്ത യേശുക്രിസ്തുവിനെയും കന്യാമറിയത്തെയും, അതുപോലെ തന്നെ കന്യാമറിയത്തിന്റെ ഭർത്താവ് യേശുവിന്റെ അച്ഛനല്ല, ആദ്യത്തെ പിതൃശൂന്യനായിട്ട് ജനിച്ച പാർട്ടിയാണ് യേശുക്രിസ്തു. സത്യമാണത്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ വറങ്ങലിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ളവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം നടത്തിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ പള്ളിയും സെമിനാരിയും അങ്ങനെ കുറെ കച്ചവട സ്ഥാപനങ്ങളും എല്ലാം നടത്തിയിട്ട് യേശുവിന് അനുയായികൾ ഉണ്ടാക്കിയിട്ട് ഭാരതത്തെ മുഴുവനും ക്രൈസ്തവൽക്കരിക്കുന്നതിനെതിരെ ഒരാളെങ്കിലും പറയണ്ടേ വസ്തുതാപരമായിട്ട്? ആ ഉത്തരവാദിത്വമാണ് അനിൽകുമാറെ, ശശികുമാറെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രണാമം. അത് ഇനിയും തുടരുകയും ചെയ്യുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം.